അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല? അൽഹംദുലില്ലാഹ് ഞമ്മക്കിവിടെ സുഖമായി പോണു. ഇന്ന് ഞമ്മക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് കൊളത്തൂരിൽ നിന്ന് നമ്മൾ കൊപ്പത്തേക്ക് പോണ ഒരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തോളം ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും കേട്ടോ. അങ്ങനെ അതാ അമ്മ പത്തിരിക്ക് പൊടി വാട്ടാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പോവുകയാണ്. അതുപോലെ നാത്തും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് മക്കൾക്കൊക്കെ പത്തിരി മതി. ഞാൻ എപ്പോഴൊന്നും പത്തിരി ചുടൂല കേട്ടോ. രാവിലത്തെ തിരക്കും കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ ആ 10 കിലോ പൊടിയൊക്കെ അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് തോന പൊടി തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഉമ്മയുടെ മക്കളും മരിമക്കളും പേരക്കുട്ടികളും എല്ലാവരും പെരയിലുണ്ട്. അങ്ങനെ ആ ചെമ്പട്ടി അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് നമ്മളിതാ പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടക്കാൻ നേരത്താണ് കേട്ടോ. ചോറയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് പത്തിരിയും കോഴി ഉണ്ടാക്കാൻ നാളെ ഏതായാലും എല്ലാവരും ഇല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പോയി ഇറച്ചിയും പൊടിയൊക്കെ കൊടുന്നിക്കാണ്. അങ്ങനെ ദാ പൊടിയൊക്കെ കുഴക്കണത് ഇപ്പയാണ് കേട്ടോ. ഇപ്പം പൊടിയൊക്കെ പെട്ടെന്ന് കുഴച്ചെടുക്കട്ടോ. അധികം പത്തിരിക്ക് പൊടി വാട്ടുമ്പോഴും നമ്മളെപ്പയാണ് ഇങ്ങനെ കുഴച്ചിങ്ങോട്ട് റെഡിയാക്കി തരിക. മക കൈ വേദനയാണ്. പിന്നെ ഞങ്ങൾ കുഴച്ചാലൊന്നും ശരിയാവില്ല എന്നൊരു പറച്ചിലാണ് കേട്ടോ. ഞങ്ങൾക്ക് തെരിയൊന്നുമില്ല. പിന്നെ അഞ്ചത്തി ഇതാ തേങ്ങ അവിടെ ചിരകണുണ്ട്. ഞാനാണ് കറി വെക്കണത്. അങ്ങനെ കുക്കർ അങ്ങോട്ട് എടുത്ത് വെച്ചതാ. അതിക്ക് കുറച്ച് തക്കാളി നുറുക്കി വെച്ചിട്ട് അതിക്ക് ഇതാ ഉള്ളി നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് ഓരോരുത്തരും ഓരോന്ന് ഇങ്ങനെ ചെയ്ത് തരികയാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ ഇതാ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കുകയാണ്. ഇന്ന് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇടങ്ങറാണ്. എല്ലാവരും ഉണ്ടാകുമ്പോൾ പോകാൻ ഭയങ്കര മടിയാണ്. നമുക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ എന്തൊരു സന്തോഷമായി. കാര്യം എത്ര എളുപ്പമാണ് നമ്മളെ പണി കഴിയാച്ചിട്ടാ. അതിനും വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ പണി തന്നെ കഴിയൂല കേട്ടോ. നമുക്ക് എത്ര ഇരുന്നാലും പൂതി തീരൂല. ഒരു ജാതി കൊയക്കയിക്കാരം ക്ഷീണയിക്കാരം. ഇന്നേക്കാട്ടും ക്ഷീണ ശാലുവിനും മോനൂനും കേട്ടോ. അതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. അതിലിടക്ക് ഇതാ അഞ്ചത്തി തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം ഉള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിലിടക്ക് ഇവള് നീച്ച് വന്നപ്പോൾ ഇവൾക്ക് ഞങ്ങൾ പോണ സങ്കടവോളം മൂത്ത് കണ്ടില്ല ഞങ്ങൾ. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതാ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുളൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ചുടാനൊന്നും ഇടങ്ങേറില്ല. തോന ആളുണ്ടെങ്കിൽ പത്തിരി പണിയൊക്കെ എളുപ്പം കഴിയും കേട്ടോ. പ്രസ്സുമാണ് അമർത്തി ഒരാൾ പൊടിയൊക്കെ ഒന്നിട്ട് തട്ടിക്കൊടുക്കുക. അപ്പം നമ്മളെ ഈ ഒരു ക്ലാസ് മുടക്കൂല കേട്ടോ. എന്നും ഈ ഒരു ക്ലാസ് കേൾക്കും. ഒരു ദിവസം ഈ ക്ലാസ് കേട്ടില്ലെങ്കിൽ നമ്മളെ അമ്മക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഫോണില്ലായിട്ട് ഭയങ്കര ഇടങ്ങറായിരുന്നു. ഇപ്പം എങ്ങനെയായാലും ഫോണൊക്കെ കിട്ടിട്ടോ. അങ്ങനെ ഓല അവിടെ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതാ ഇറച്ചിയൊക്കെ ഒന്ന് ഇതീക്ക് ഇട്ട് കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്നും പാട് ഇങ്ങോട്ട് മൂടി വെക്കട്ടെ. ലേസം മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഒന്നുകൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി വാട്ടുമ്പോൾ ലേസം ഇട്ടിട്ടുണ്ട്. ഇത് ആർപ്പായി മേലെ മഞ്ഞ ആയതുകൊണ്ട് കളർ ഇങ്ങോട്ട് ശരിയായി കിട്ടണേ. ഞാൻ എരി കൂടിയാലും വേണ്ടില്ല കുറഞ്ഞാലും വേണ്ടില്ല വെച്ചിട്ട് ലേസം പാടം മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ കണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ. എന്നിട്ട് ഇതാ ഞാൻ ലേസം വെള്ളം അങ്ങോട്ട് പാർന്നിട്ടുണ്ട്. ഇനി അത് അവിടെ അടുപ്പത്ത് ഇരിക്കട്ടെ. അങ്ങനെ ഇതാ പത്തിരി പരത്തി പൊടിയൊക്കെ ഇങ്ങനെ തട്ടി കൊടുന്ന് ഇങ്ങനെ ചുടുകയാണ് കേട്ടോ. പത്തിരി ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മൾ പൊടി വാട്ടിയപ്പോൾ ഈ പത്തിരി ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ പത്തിരി ചുടണത് ഇപ്പയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ഇങ്ങനെ കൈ മാറി ചുടുക. പക്ഷേ പത്തിരി ഉണ്ടല്ലോ ഇപ്പം ചുട്ടാൽ നല്ലതാണ് കേട്ടോ. കരിയാതെ ഇങ്ങോട്ട് കിട്ടും. ഓന ആളുണ്ടാവുമ്പോൾ പത്തിരി അടുപ്പത്തിട്ട് വർത്താനം ഇങ്ങനെ പറയാൻ നിൽക്കും. അപ്പം പറഞ്ഞു പത്തിരി ഞാൻ അങ്ങോട്ട് ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം ചുട്ടാൽ കരിയാതെ കിട്ടും. നമ്മൾ വർത്താനം പറയുമ്പോഴത്തേന് അതങ്ങോട്ട് കാര്യം. അതിലിടക്ക് നമ്മളെ ഇറച്ചിയുടെ കുക്കർ 2 വിസിലടിച്ചിരുന്നു. അതിക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്നു. അത് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അങ്ങോട്ട് വെട്ടി തിളക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്നും തൂമിച്ച് പാരണം കേട്ടോ. ഇറച്ചിക്കറി നല്ല തൂമിച്ചാൽ വേറൊരു മണവും അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റൊക്കെ അല്ലേ. അങ്ങനെ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടി എന്നാണ്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. വലിയൊരു ചട്ടി തന്നെ അടുപ്പത്ത് വെക്കണം തൂമിച്ചാനും. അങ്ങനെ ഇതാ ലേസ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിക്ക് വേപ്പിൻ്റെ ഇടാ ഇല്ല കേട്ടോ ഒന്നും. അപ്പോൾ ഇതാ നമ്മൾ ആ ഉള്ളി അതിക്ക് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ചായ കാച്ചല്ല പാല് അവിടെ പാത്രത്തേക്കാണ് പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനി പത്തിരി ചുടൽ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ആങ്ങളാർക്ക് പണിക്ക് പോകണം. അപ്പോൾ എത്രയും നേർത്തതാക്കണം കേട്ടോ. കണ്ടില്ല നിങ്ങൾ പത്തിരിയിൽ നിന്ന് ഇങ്ങനെ ആവി വരുന്നുണ്ട്. കാരണം തിന്നാതെ പോയാൽ ഞമ്മക്കൊരു ഇടങ്ങറ. ഒരു ദോശ 2 ദോശയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അങ്ങോട്ട് തിന്ന് പോകലാണ് കേട്ടോ എൻ്റെ ആങ്ങളാരെ പണി. അങ്ങനെ പത്തിരിയും ചാറും ആയിട്ടുണ്ട്. ഇനി ചായക്ക് അത് അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയായാലും ഒരു 2-3 പത്തിരിയൊക്കെ തിന്നു. ചായ ഇതാ തിളച്ചൂത്ത് പോവാനായിക്കണു. വല്ലാതെ ഒന്നും തിളക്കാൻ നിന്നില്ല. അപ്പം അതിന് ലേസം അങ്ങോട്ട് മുക്കിങ്ങാണ്ട്
ഓൾക്ക് ചൂടാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ദാ ഞങ്ങളെല്ലാവരും പാടെ ഇവിടെ നിന്ന് ചായ ഒഴിച്ചൊരു 1/2 മണിക്കൂർ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞു. 9:30 മണിയായിക്കണു ഇവിടുന്ന് അങ്ങോട്ട് നീച്ചപ്പോൾ. അപ്പം ഉപ്പേരിവെക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. ഇന്നലെ പറയാൻ മറന്നു. ആ പഞ്ചത്തിയും ചെറിയ നാത്തൂനും ഇവിടെ പോയിങ്ങാണ്ട് നമ്മളെ തൊടുന്ന രോമക്കായ അങ്ങോട്ട് കുത്തി ചാടിച്ച് കൊടുന്നിക്കണം. 1 2 ഒന്നും അല്ല കേട്ടോ, തോന ആളില്ലേ. അപ്പം ഇന്നും നമ്മൾ തന്നെയാണ് അടുക്കളയിൽ. ഞാൻ ചോറ് വെന്തിട്ടുണ്ട്, അത് മാങ്ങി വെച്ചിട്ട് 2 തക്കാളിയും പച്ചമുളകൊക്കെ നുറുക്കിങ്ങാണ്ട് ഇത് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. ഇത് ഊറ്റി കജുമ്പത്തിന് അത് അങ്ങോട്ട് വേവുക. അയക്കിലെ മീൻ ഇതാ നമ്മൾ അനുസരിച്ച് നന്നാക്കണുണ്ട്. നാത്തൂൻ അതവിടെ കർമ്മത്തി നുറുക്കണുണ്ട് കേട്ടോ. എല്ലാതും ഒപ്പം അങ്ങോട്ട് ആവും. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഉടച്ചു നോക്കുകയാണ്. അപ്പോൾ ഒന്നും പാടെ വേവാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉടച്ചതിൻ്റെ ശേഷം നമ്മളിതാ കുഞ്ഞമ്മത്തിയാണ് കിട്ടിയിരിക്കണത്. നല്ലൊരു അടിപൊളി പുളിങ്കറി വെക്കുകയാണ് കേട്ടോ. അതിക്ക് ലേശം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കണത്. എനിക്കാണെങ്കിൽ മീൻ കറി വെക്കുമ്പോൾ തോനെ മീനിടണം. പക്ഷെ ഇവരൊന്നും തോനെ മീനിടൂല കേട്ടോ. തോനെ മീനിട്ടാലാണ് മീൻ കറി രസം ഉണ്ടാവുക. അത് പറഞ്ഞാൽ ഇവരെന്താ പറയാച്ചിട്ടാ, എനിക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടണതാ മീൻ, ഞങ്ങൾ പൈസ കൊടുത്തിട്ടാ വാങ്ങണ്ടെന്ന് പറയട്ടോ. പിന്നെ ഇവിടെ മീൻ കറിയത്തെ മീനൊന്നും അധികം ആളും തിന്നൂല. ഇമ്മി മാത്രമേ തിന്നുള്ളൂ. ഷാലും മോനൊക്കെ നല്ല തിന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അതും ഒന്ന് അങ്ങോട്ട് തൂമിച്ച് പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരി വെക്കണം. അപ്പം ഞാൻ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്താ ചട്ടിയിൽ വെന്ത് കിട്ടാൻ പണിയായി. കാരണം ചട്ടി നിറഞ്ഞു പൊന്തും, അപ്പം അത് വേവൂല. അപ്പം അത് കുക്കർക്ക് കണ്ടിട്ടു വായക്കും കർമ്മത്തിയാണ് കേട്ടോ. അത് ഇതേക്കാൻ കുക്കർക്ക് കണ്ടിട്ട് ഈ തൂമിച്ച ഉള്ളിയും എണ്ണയ്ക്ക് കുക്കർക്കാണ് പാർന്നു കൊടുത്ത് ലേശപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തുകാണ്ടേ നല്ല ഒന്നണ്ട് ഇളക്കി കൊടുക്കട്ടെ. ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചണ്ട. കുക്കറിലായതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. അപ്പോൾ അതാ ഞാനൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിൽ എന്ത് കൂട്ടാനും രസമാണ്. പിന്നെ അതുമല്ല, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഉപ്പേരി വെക്കണേക്കാട്ടും നല്ലത് കറുമത്തിയും പയറും അതുപോലെ വായ്ക്കയും കറുമത്തിയും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ എല്ലാതും കൂട്ടി കുഴച്ച് ഒരു കയ്യിൽ വെള്ളം അങ്ങോട്ട് പാർന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചട്ടെ. നമ്മളെ ഷാലൂന് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ പൂതിയായിട്ട് ഓന് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. കുളത്തേക്ക് പോവാല്ലോ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം കഞ്ഞിയൊക്കെയാണ് കൊടുത്തു പോയാൽ നമുക്ക് സമാധാനത്തിൽ തിരുമ്പി പോരാലോ. പിന്നെ കുറച്ച് നേരമൊക്കെ കുട്ടികളും മക്കളൊക്കെ അല്ലേ നീന്തിച്ചും ജിജ. അങ്ങനെ ആ മീൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. ഒന്നങ്ങോട്ട് തുറന്ന് നോക്കുക. കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി കൂട്ടാൻ. ഒരിത്തിരി വെള്ളം പാടെ വറ്റാനുണ്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ആയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ എല്ലാ വിഭവങ്ങളും ഉണ്ട് റെഡി ആയിട്ടുണ്ട്. മീൻ തളയം പൊരിച്ചതും കുഞ്ഞമ്മത്തി കറി വെച്ചതും പിന്നെ ഓമക്കായും വാഴയ്ക്ക് ഉപ്പേരിയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കി കുളത്തേക്ക് അങ്ങോട്ട് പോയി. പിന്നെ വന്നതിൻ്റെ ശേഷം എന്താ കുട്ടീനെ കളിപ്പിച്ചലൊക്കെയാണ് കേട്ടോ. കാരണം 90 കഴിഞ്ഞിട്ടില്ല. അപ്പം ഷാലൂന് ഏത് കുട്ടികളെ കണ്ടാലും എടുക്കണം. അപ്പോൾ എനിക്ക് കുട്ടി ചിരിച്ചപ്പോൾ നല്ല സന്തോഷമായിക്കണം കേട്ടോ. കുട്ടീനെ ഞാൻ ഈ വെളിച്ചത്തേക്കാണ് കൊടുന്നിക്കാണ് കേട്ടോ. ഓനൊന്ന് ചിർപ്പിച്ചും കളിപ്പിച്ചൊക്കെ ചെയ്യാൻ. ഇനി പോയാൽ എന്നാ വരിക. ഇന്നും ഉണ്ട് കേട്ടോ നമ്മളമ്മാൻ്റെ ഊരി. ഉമ്മാക്ക് ലേശം ഈത്തപ്പായം കിട്ടിയിട്ടുണ്ട്. അതും ഉമ്മ അവിടെ വെച്ചിക്കണ്. എല്ലാവരും ഒത്തുകൂടല്ലേ എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചോരി വെച്ചു. ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ മനസ്സിനൊരു വിങ്ങലാണ് കേട്ടോ. കാരണം ഞങ്ങളിങ്ങനെ ഇരിക്കണ ഒരു സമയമാണിത്. പിന്നെ അസറസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് 4:15 കേട്ടോ ബസ് കൊളത്തൂരിൽ നിന്ന് കൊപ്പം വരണ്ട് ഞമ്മക്ക്. അതുകൊണ്ട് നല്ല സുഖം, ഇറങ്ങി കയറൊന്നും വേണ്ടല്ലോ. അപ്പോൾ ബസ് കയറി വെക്കുമ്പോൾ ആളൊന്നുമില്ല. നല്ല സീറ്റ് ഒഴിഞ്ഞ് പോരാനായി. പിന്നെ വിയറ്റ്നാം പടിക്ക് എത്തിയിട്ട് പിന്നെ ബാബുകാക്ക് വരികയായി. അപ്പോൾ ഇവിടുന്ന് ഷാലൂന് കരാട്ടക്ക് പോകണം. അപ്പോൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആവലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തേലും കുട്ടിക്ക് കൊടുക്കട്ടെ വെച്ചിട്ട് ലേശം പൊരിച്ച കടി വാങ്ങുകയാണ് കേട്ടോ. എന്തേലും വാങ്ങിക്കോ പറഞ്ഞങ്ങാണ്ട്. എന്നാൽ പിന്നെ നമുക്കൊരു സമാധാനമല്ലോ. ഓനക്കാണെങ്കിൽ ഇന്ന് കരാട്ടക്കൊന്നും പോകണ്ട, ആ പാപ്പാൾക്ക് നേരിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. ഫീസ് കൊടുത്ത് പറഞ്ഞയക്കണല്ലേ. അങ്ങനെ ഇതാ പൊരിച്ച കടിയും കൊടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഔത്തേക്ക് കയറാനൊന്നും സാലൂന് വെജ്ജ. കാരണം ഉമ്മ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെ പോവുമല്ലേ 2 ദിവസം കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സന്തോഷമാണല്ലോ. അതിനിടക്ക് ഞാൻ ചായയൊക്കെ കാച്ചി കൊടുന്ന് ഷാലു കുളിച്ചാൻ പോയിക്കണ്. അപ്പോൾ അത് ആദ്യം ഞാൻ ബാബുക്കൂനില്ല ചായ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുകയാണ്. അത് റെഡിയാക്കി ഞാൻ ഷാലുവിനും എനിക്കൊക്കെ ഉള്ള ചായ ഒന്നങ്ങോട്ട് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. തോനെ കടിയൊന്നും വാങ്ങിയിട്ടില്ല, ഒരു ലേസം ഒരു പൈപ്പിനാത്രം. അങ്ങനെ ഷാലു ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി വരാനായിട്ടുണ്ട്. അപ്പോൾ അത് കുടിച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന പോരണ്ടീന്നില്ല സ്കൂളും മദ്രസും ഒഴിവാക്കി നിൽക്കലൊന്നും നടക്കൂലല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ചോറൊന്നും വെച്ചില്ല കേട്ടോ. എന്തേലും പൊറാട്ട കൊടുന്ന് കറി വെക്കാലോ വെച്ചിട്ടായിരുന്നു.
അപ്പോൾ രാത്രിയിൽ ഷാലു വന്നിട്ട് കുറേ ദിവസമായിക്കണു മക്കൾ പറയണു ഹോട്ടലിൽ ഒരുപാട് ദിവസമായിക്കണു ഇങ്ങനെ പോയിട്ട്. അപ്പം നമ്മളാ കരിങ്ങനാട് കുണ്ടിൻ്റെ അവിടെ ഉള്ള ടാക്കീസ് അതിൻ്റെ അടുത്തുള്ള ഈ ഹോട്ടലുണ്ടല്ലോ ഇതിലത്തെ ഷവായും അൽഫാമും ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ നമ്മൾ ആ കുബൂസ് ഉണ്ടല്ലോ നല്ല മഴയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ബൈക്കൊക്കെ ഇല്ലോലാണെങ്കിൽ ഈ ഹോട്ടലിൽ ഒരു പ്രാവശ്യം കയറി വെക്കൊണ്ടു പിന്നെ നിങ്ങൾ ഇതിൽ തന്നെ കയറുള്ളൂ. അങ്ങനെ ദാ ഷാലൂന് ആദ്യമായിട്ട് ഒരു ഷവർമ്മ അങ്ങോട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസമായിക്കോണു എനിക്ക് ഷവർമ്മ വേണം, അതും പെരേക്ക് കൊടുന്നിട്ടൊന്നും എനിക്ക് തിന്നണ്ട, ആ ഹോട്ടലിൽ പോയിട്ട് തന്നെ തിന്നണം. അപ്പോൾ കയറിയ മക്കം എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. അപ്പോൾ ഓനിതാ നമ്മൾ ലേസീച്ച മയോനൈസും ഈ തക്കാളി സോസൊക്കെ ഒഴിച്ചാൽ പിന്നെ കണ്ടറിഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും പാടായി ഇങ്ങനെ ഇരുന്ന് തിന്നാണ്. കാരണം അൽഫാമും ഷവായൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സമയം പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അതിക്കൊരു ചമ്മന്തി ഉണ്ട്, എന്തോ ഒരു ടേസ്റ്റാണ് വെച്ചിട്ട്. ആ മന്തി എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. മന്തി ഞാൻ പറയും ചെയ്തു വലിയ ടേസ്റ്റ് ഇല്ല, ഇന്ന ടേസ്റ്റ് ഇല്ല. പക്ഷെ അൽഫാമും ഷവായിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ചോറവിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, ബെൽക്ക് വാണ്ടിങ്ങാണ്ട് എന്താ റൊട്ടിയോ അങ്ങനെ എന്തോ ഒന്ന് കൊണ്ടിച്ചു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളിയിൽ തിന്നു. നല്ല സങ്കടത്തിലായിരുന്നു ഈ ഒരു സമയം. പിന്നെ എല്ലാവരും സന്തോഷത്തിലായി. ഇനി എന്ന് പറഞ്ഞാൽ 2-3 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ കാരണം അതും കഴിഞ്ഞ് കിട്ടിയാലേ നമുക്ക് ഇതുകൊണ്ട് വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ കാരണം പെരേ പോയി വന്നാൽ ഭയങ്കര ഇടങ്ങറും കാര്യങ്ങളൊക്കെ കാരണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ. അസ്സലാമു അലൈക്കും.